കമ്പനി ചെയ്തിട്ടുള്ള ഡിസൈനിൽ ചില മണ്ടത്തരങ്ങൾ അവന്മാർ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓരോന്നായിട്ടങ്ങ് തുടങ്ങാം. ഫസ്റ്റ് മിസ്റ്റേക്ക് അവർ DRL ചെയ്തിട്ടുള്ളത്. ഇന്ന് DRL എന്ന് വെച്ചാൽ പകൽ സമയത്ത് ആ വണ്ടിയുടെ ഒരു ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വണ്ടിയുടെ പരസ്യങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ലുക്കിൽ ഈ DRL ആയിരുന്നു അവർ ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പരസ്യത്തിൻ്റെ പോസ്റ്റർ എവിടെയെങ്കിലും കാണിക്കാം. ഇതിന് മിസ്റ്റേക്ക് എന്ന് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഇത്തിരി കുറവാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ഇരട്ടി ബ്രൈറ്റ്നസ് ഉള്ള ഒരു ഹാലജൻ ബൾബാണ് അകത്ത് കൊടുത്തിട്ടുള്ളത്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ DRL ഹെഡ്ലൈറ്റ് ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിപ്പോവും. അടുത്ത സെക്കൻഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ റിയർ ബ്രേക്ക് ലൈറ്റിലാണ്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ അടിയിൽ പോയി നോക്കേണ്ടി വരും. ഫ്രണ്ട് ഹെഡ്ലൈറ്റിൽ കൊടുത്തതുപോലെ ഒരു റിംഗ് ലൈറ്റ് ഇതിൻ്റെ അകത്തുമുണ്ട്. പക്ഷേ അതിൻ്റെ കവറിങ്ങിൽ വന്ന ഡിസൈൻ അത് നമുക്ക് കാണണമെങ്കിൽ അതിൻ്റെ അടുത്ത് പോയി നിന്ന് നോക്കിയാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഈ ലൈറ്റ് ബ്രേക്ക് ചെയ്യുമ്പം ഫുള്ളായിട്ട് റെഡ് ലൈറ്റ് ആവും. അല്ലാത്തപ്പോൾ അതിൻ്റെ ചുറ്റും ഒരു റിംഗ് ലൈറ്റായിട്ട് കാണുന്നത്. പക്ഷേ അത് കാണണമെങ്കിൽ ലൈറ്റിൻ്റെ അടുത്ത് തന്നെ പോയി നിന്ന് നോക്കണം. അതാണ് സെക്കൻഡ് മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയത്. ഇതിൽ മൂന്നാമത്തെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ മീറ്ററിലാണ്. മീറ്റർ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി എടുത്ത എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു ഇതിൽ ഫ്യൂവൽ മീറ്റർ കാണിക്കണമെന്നുള്ളത്. അപ്പോൾ ഫ്യൂവൽ മീറ്റർ ഇപ്രാവശ്യം ഒരു മീറ്റിയോറിൽ കൊണ്ടുവന്ന്, പക്ഷേ ഒരു അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മീറ്ററല്ല ഫ്യൂവൽ ഗേജ്. എനിക്കിപ്പോൾ റിസർവ് ടാങ്കാണ് കിടപ്പുള്ളത്. പക്ഷേ ഇപ്പോഴും 3 ബാർ എനിക്ക് കാണിക്കുന്നുണ്ട്. വണ്ടി ഒന്നുകൂടെ ചരിച്ചിട്ടെടുത്താൽ ചിലപ്പോൾ ഫുൾ ടാങ്ക് കാണിക്കും. അങ്ങനെ ഒരു ഇതാണ്. പിന്നെ റിസർവ് ആയിക്കഴിഞ്ഞാൽ ഈ ട്രിപ്പ് F എന്നുള്ളത് ഓണാവും. അത് താനേ വരും. ഞാൻ ഇപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ ആവാറായി റിസർവ് ആയ ശേഷം. പക്ഷേ ഇവിടെ മീറ്ററിൽ ഇപ്പോൾ കണ്ടാവും 3 ബാർ കാണിക്കുന്നുണ്ട് എനിക്ക്. പിന്നെ മിക്കവരും ഇതിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഈ സൂപ്പർ നോവ മോഡലിൽ മാത്രം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് ഇതിൻ്റെ ഈ ബാഡ്ജിങ്ങിൽ വരുന്നത്. ഈ ബാഡ്ജിങ്ങിൻ്റെ സ്റ്റിക്ക് നേരെ ഒട്ടിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ചെറുതായിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. കമൻറ്റുകളിൽ മൊത്തം ഞാൻ കുറേ മീറ്റിയോറിൻ്റെ റിവ്യൂസ് കണ്ടിട്ടുണ്ട്. അതിൽ കമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഹീറ്റ് എങ്ങനെയാണ്, കാലിൽ അറിയാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇതൊരു പെട്രോൾ കത്തിച്ചോടുന്ന വണ്ടിയാണ്. അപ്പോൾ ഹീറ്റ് ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നത് വെറും മണ്ടത്തരമാണ്. ഹീറ്റുണ്ട്. ഇതൊരു പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് ഹീറ്റുണ്ട്. പെട്രോൾ എഞ്ചിനായാലും ഡീസൽ എഞ്ചിനായാലും ഇനി മണ്ണെണ്ണ ഒഴിച്ചോടുന്ന ജനറേറ്റർ ആയാലും അതിൽ ഹീറ്റുണ്ട്. അപ്പോൾ ഹീറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നതിനൊരു പ്രസക്തി ഇതിലില്ല. പിന്നെ ഹീറ്റ് കാലിൽ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കാൻ, എഞ്ചിനും ഫുഡ് പാക്കും തമ്മിൽ ഇത്രയും ഡിഫറൻസേ ഉള്ളൂ. ഞാൻ ഇപ്പം കാല് വെച്ച് കാണിക്കാം. കണ്ടല്ലോ. അപ്പോൾ ഷോർട്ട്സോ അല്ലാതെ വേറെ എന്തെങ്കിലും ഇട്ട് ഓടിക്കുന്നതെങ്കിൽ കാലിൽ ഹീറ്റ് അറിയും. ഇനി നിങ്ങൾ സാധാരണ ചപ്പലാണ് ഇട്ട് ഓടിക്കുന്നതെങ്കിൽ അപ്പോഴും കാലിലൊരു ചെറുതായിട്ട് ഹീറ്റ് അറിയും. പക്ഷേ എനിക്കിതുവരെ ഒരു വലിയ ഹീറ്റിംഗ് ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. സാധാരണ ബൈക്കുകളിലുള്ളതുപോലെ ഒരു നോർമൽ ഹീറ്റിംഗ് ഇതിനും ഉണ്ട്. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ എഞ്ചിനാണ്, CC കൂടിയതാണ്, കുറച്ച് ഹീറ്റിംഗ് ഉണ്ട് എന്നേ പറയാൻ പറ്റൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മീറ്റിയോറിൻ്റെ കുറച്ച് കംപ്ലയിൻസ് അല്ല, നമ്മുടെ റോയൽ എൻഫീൽഡ് ചെയ്തിട്ടുള്ള കുറച്ച് മണ്ടത്തരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ മണ്ടത്തരങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.